പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടുന്നതും പുരുഷന്മാർക്ക് നല്ല ഭാര്യമാരെ കിട്ടുന്നതും ഒക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ. ഒരു നല്ല ഭാര്യയെ കിട്ടുക, ഒരു പെണ്ണിന് നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായ ഒരു കാര്യമാണ്. കാര്യം എന്നാൽ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജനിച്ചു, ഒരു പ്രായം വരെ നമ്മൾ അവരുടെ കൂടെ ജീവിച്ചു, നമ്മൾ വിദ്യാഭ്യാസം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കല്യാണ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന നമ്മുടെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കൂടാണ് പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവനും ഉള്ള ജീവിതം. എന്നുവെച്ചാൽ അവർ ഭാര്യയായാലും ഭർത്താവായാലും മരിക്കുന്ന കാലം വരെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഭർത്താവും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം. അവിടെ പിന്നെ അച്ഛനും അമ്മയൊക്കെ കാണും, എങ്കിലും കൂടുതലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതമാണ് ജീവിതകാലം മുഴുവനും ഉള്ളത്. അപ്പം ഒരു നല്ല ഭർത്താവിനെ കിട്ടുക, ഒരു നല്ല ഭാര്യയെ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയാണ്. ജീവിതകാലം മുഴുവനും അവരുടെ കൂടെ ജീവിക്കുമ്പം സുഖം ഒരു ജീവിതമായ സുഖവും ദുഃഖവും കാണും. എന്നാലും നമ്മളെ അറിയുകയും നമ്മളെ കരുതുകയും ചെയ്യുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഒക്കെയാണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്കെപ്പോഴും ഒരു സന്തോഷം കാണും. ആ ജീവിതം നമുക്കെപ്പോഴും മുന്നോട്ട് ജീവിക്കണമെന്ന് തോന്നും. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരിക്കലും ഒരു സന്തോഷമില്ലെങ്കിൽ പിന്നെ നമ്മളെ അറിഞ്ഞു നിൽക്കാത്ത ഒരു ഭർത്താവാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഒരു ഭാര്യ ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ജീവിതം വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തള്ളി നീക്കിക്കൊണ്ട് പോകും. ആ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഒരു സന്തോഷമോ ഒരു സുഖമോ കിട്ടത്തില്ല. പിന്നെ വെറുതെ ഒരു പാഴ് ജീവിതം. അപ്പം ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ജീവിതത്തിൽ നല്ല ഭാര്യ നല്ല ഭർത്താവ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ ജീവിതം സുഖമാണ്. പിന്നാണ് കാശും ഒക്കെ. കാശ് എത്ര പണം ഉണ്ടായാലും നമുക്ക് ഒരു ജീവിത സുഖമില്ലെങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് എന്തോ ഗുണമുള്ളത്, എന്തോ പ്രയോജനമുണ്ട്? നമ്മൾ കുറേ കാര്യങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറേ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കുറേ സ്വർണ്ണം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കുന്നു. ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു ഒത്തൊരുമയും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കാശ് കൊണ്ടുള്ള ഗുണം, ആ ഒരു ജീവിതം കൊണ്ടോ അല്ലെ ആ കാശ് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിക്കും. കാശിനെ നിന്ദിച്ച് പറയുകയാണോ? ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അല്ല ഭർത്താവും ഭാര്യ, ഇതാണ് സന്തോഷകരമായി ജീവിതകാലം മുഴുവനും ജീവിച്ച് ആ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ കുറേ നല്ല കാര്യങ്ങളും നല്ല വിഷയങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതത്തിൽ എപ്പോഴും വിജയമായിരിക്കും. ആ ജീവിതം നമുക്കെപ്പോഴും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. പിണക്കും കെറുമൊക്കെ ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. അത് പെട്ടെന്ന് മാറും. സ്നേഹമുള്ളിടത്താകുമ്പം അതങ്ങനെ മുന്നോട്ട് വെച്ച് കൊണ്ടുപോകത്തൊന്നുമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയുള്ളിടത്ത് നല്ല കുട്ടികൾ ഉണ്ടാകും, നല്ല കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റും. കുട്ടികളും നല്ലതായിരിക്കും കുറേയൊക്കെ. പിന്നെ കുട്ടികളും നല്ലതല്ലെങ്കിലോ അതിലും വലിയ വിഷമമാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ കുട്ടികളും നല്ലതായിരിക്കണം, ഭർത്താവും നല്ലതായിരിക്കണം, ഭാര്യ നല്ലതായിരിക്കണം, അമ്മായിയച്ഛനും നല്ലതായിരിക്കണം. എല്ലാം കൂടെ നല്ലതായിട്ടൊരു ജീവിതം നമുക്കുണ്ടാകുമോ? ഇല്ല. അപ്പം നമ്മളെല്ലാം കൂടെ നല്ലതായി ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുകയും ക്ഷമാശീലം പഠിക്കുകയും ഒക്കെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സുഖകരമായും സന്തോഷമായും മുന്നോട്ട് പോകത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു.